ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡോറ. ഡോറോത്തി എന്നാണ് പേര്. ഞാൻ ഡോറ എന്നാണ് അവളെ വിളിക്കുന്നത്. ഡോറ നമ്മളെ ഹൗസ് ഗേൾ ആണ്. ഡോറ നമ്മളെ വീട്ടിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കോള് കത്തിക്കും. കോള് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കോൾപോട്ടാണ്. കോൾപോട്ട്, അതായത് ഞാൻ കോളടുപ്പെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്താണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞാനും ഇവിടെ ചോറ് വയ്ക്കുന്നതും മീൻകറി വയ്ക്കുന്നത് കപ്പ വേവിക്കുന്നതൊക്കെ ഈ കോളടുപ്പിനകത്താണ്. അതാണ് കരിക്കട്ടയാണ് അതിനകത്ത് അവർ യൂസ് ചെയ്യുന്നത്. നമ്മളെ ഈ കോള് നമുക്ക് ചാക്കിൽ മേടിക്കാൻ കിട്ടും, കവറിൽ പ്ലാസ്റ്റിക്കിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇന്നലെ എൻ്റെ കോള് തീർന്നു പോയി, അത് കാരണം ഇപ്പോൾ ചാക്കിൽ മേടിക്കാൻ നിൽക്കുവാണ്. ഇതിപ്പം തീ പിടിച്ച് വരുവാണ്. അവർ പ്ലാസ്റ്റിക്കൊക്കെ വെച്ചാണ് ഇത് കത്തിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മളെ ചോറ് വയ്ക്കുന്ന കലം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക്കിൽ മേടിക്കാൻ കിട്ടുമെന്ന്. ഇതാണ് ആ ചാർക്കോള്. ഇന്നലെ എൻ്റെ കോള് തീർന്നപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളെ സെക്യൂരിറ്റി വിട്ട് മേടിപ്പിച്ചതാണ് ഈ 2 കവറ്. ഇതിന് ഒരു കവറിന് 100 LD ആണ്, അതായത് $100 ലൈബീരിയൻ. അങ്ങനെ ഞാൻ 2 കവറ് 200 LD കൊടുത്ത് മേടിപ്പിച്ചതാണ്. ഇത് എനിക്കൊരു 2 ദിവസത്തേക്ക് ചോറ് വയ്ക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചാക്കിലത് മേടിക്കുന്നുണ്ട്. ഞാൻ സെക്യൂരിറ്റീന് ഇനിയിപ്പോൾ കോള് വാങ്ങാൻ പറഞ്ഞു വിടാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ പൈസ കേട്ടോ. ഇതിപ്പോൾ 1000 LD ഉണ്ട്, അതായത് 1000 LD എന്ന് പറഞ്ഞാൽ $5 ആണ്. ഇതിനിപ്പം ഒരു ചാക്ക് കോള് കിട്ടും. ഈ പൈസയ്ക്ക് നമുക്ക് ഒരു ചാക്ക് കോള് കിട്ടും. ഇതാണ് കമാര, നമ്മളെ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. ഞാനിപ്പം പൈസ കമാരയിൽ കൊടുത്തു വിടുവാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റുണ്ട്, ഫിയാമ മാർക്കറ്റ്. അവ ഇപ്പോൾ അവിടെ പോയി നമുക്ക് ഒരു ചാക്ക് കോള് മേടിച്ചുകൊണ്ട് വരും. ഇപ്പം നമ്മൾ ചോറ് കലം അടുപ്പിലോട്ട് വെച്ചുകൊണ്ട് ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പുകയുമില്ല, നമ്മളെ പാത്രത്തിലൊന്നും തീരെ കരി പിടിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. ഒട്ടും പുകയില്ല, തീരെ പുക വരത്തില്ല. പാത്രമൊക്കെ നമ്മൾ അരി ഊറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മളെ നാട്ടിലും ഇതുപോലെ എല്ലാ കടകളിലും കോൾ അവൈലബിൾ ആയിരുന്നെങ്കിൽ നമുക്കിതുപോലെ ഒരു കോൾപോട്ട് ഉണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാമായിരുന്നു. അതാകുമ്പോൾ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കുമായിരുന്നു. ഇത് നമ്മളെ കോള് കൊണ്ടുവരുന്നതാണേ. നമ്മളൊരു ദിവസം ഒരു യാത്ര പോയപ്പോഴത്തേന് എടുത്ത വീഡിയോ ആണ്. ഇതുപോലുള്ള വണ്ടികളിൽ കാട്ടിൽ വിറക് കത്തിച്ചിട്ട് അവർ കരിക്കട്ട ഉണ്ടാക്കും. എന്നിട്ട് ഇതുപോലെ വലിയ ചാക്കുകളിലാക്കി വണ്ടിയിലാക്കി ടൗണിൽ കൊണ്ടുവന്ന് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ നിന്നാണ് ഇവർ കൊണ്ടുവന്ന് വിൽക്കുന്ന കടകളിൽ നിന്ന് നമ്മൾ കോള് മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ. ഇത് നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഭയങ്കര ചെറിയ സിലിണ്ടറാണ്. പക്ഷേ നാട്ടിലത്തെക്കാളും വില കൂടുതലാണ് ഇതിന്. ഇത് $25 ആണ് ഇതിൻ്റെ വില. ഇതൊരു ചെറിയ കോൾപോട്ടാണ്. ഇത് നമ്മുടെ സെക്യൂരിറ്റി കുക്ക് ചെയ്യുന്ന കോൾപോട്ടാണ്. അവ ഈ കോൾപോട്ടിനകത്താണ് കുക്കൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മളെ ഡോറ കണ്ട തേങ്ങ പൊട്ടിക്കുവാണ്. ഞാൻ അവൾക്ക് ഒരു തേങ്ങ തിരുവാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവളെ തേങ്ങ തിരുവാനും തേങ്ങ പൊട്ടിക്കാനൊക്കെ പഠിപ്പിച്ചത് ഞാനാണ്. അവൾക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവളിപ്പോൾ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ വെള്ളം ഞാൻ കുടിച്ചോട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ശരി കുടിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും തേങ്ങ വെള്ളം കുടിക്കത്തില്ല, അതുകൊണ്ട് അത് അവൾ കുടിച്ചു. അത് കഴിഞ്ഞ് അവൾ തേങ്ങ തിരുവാൻ പോവുകയാണ്. നമ്മളൊക്കെ ഞാൻ 2 കൈ ഉപയോഗിച്ചാണ് തേങ്ങ തിരുവുന്നത്, പക്ഷേ ഡോറ ഒരു കൈ വെച്ചിട്ടാണ് തിരുവുന്നത്. അവൾ പറഞ്ഞ അവൾക്ക് അതാണ് വശമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ തിരുവുന്നു. അതുമല്ല ഇവർക്കൊക്കെ നല്ല ആരോഗ്യമാണ്, നമ്മളെ കണക്കല്ല. ഇവർ നല്ല സ്ട്രോങ് ആണ്. ഇവരെന്നൊക്കെ ഒരു ഇടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തിയാവും, അങ്ങനെ അത്രയും ആരോഗ്യമാണ് ഇവർക്ക്. അങ്ങനെ ഡോറ തേങ്ങയൊക്കെ തിരുവി. അപ്പോഴേക്കും ഞാൻ ഡോറ എടുത്ത് നമ്മൾ അരി എന്തുവായെന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അവൾ അത് അവിടെ നിർത്തി വെച്ചിട്ട് അരി നോക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അരി വെന്തോന്ന് ചോദിച്ചു. കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോരിക്കൊണ്ട് വന്നിട്ട് ചോദിക്കും എന്തോ പരുവായി, അരി ഊറ്റാറായോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ കറക്റ്റായി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും തേങ്ങ ഇരിക്കൊണ്ട് വന്നപ്പോഴാണ് കമാര കോളും കൊണ്ടുവന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാക്കിലെ ചാർക്കോള്. അപ്പോൾ ഇത് ഒരു ചാക്കിനാണ് 1000 LD. അപ്പോൾ കമാര അത് കൊണ്ടുവന്ന് അവിടെ വെച്ച്. അപ്പോഴേക്കും അവൾ ആ പ്ലാസ്റ്റിക് ചാർക്കോളിൽ തന്നെ മേളി വെച്ച്. അപ്പം ഞാൻ അവളടുത്ത് ഇപ്പോൾ ഓല വെച്ചിട്ടാണ് അതിൻ്റെ മേളിൽ അവർ കവർ ചെയ്യുന്നത്. ചാക്കിൻ്റെ മേളിൽ അവർ ഓല വെച്ചിട്ട് അത് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ചുകൂടി അഡീഷണൽ ചാർക്കോൾ എൻ്റെ മേളിലോട്ട് അവർ നിറച്ച് വെക്കുക. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു അതൊന്ന് അഴിച്ച് കാണിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞത് അഴിച്ച് കാണിക്കുകയെന്നുണ്ടെങ്കിൽ കോള് താഴെ വീഴും. അപ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക്കിൽ ഇരിക്കുന്ന തീർന്നിട്ട് ഇത് ബാക്കി അഴിച്ച് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ബാക്കി സ്ഥലമൊക്കെ തൂത്ത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് തുറന്ന് നോക്കുവാണ്, അത് അഴിച്ച് കാണിക്കാൻ വല്ല മാർഗമുണ്ടോ. അപ്പോൾ അത് നമ്മൾ അടുത്ത പ്രാവശ്യം അഴിച്ച് നോക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളോട്